കേരള രാഷ്ട്രീയത്തിൽ നാണക്കേടിൻ്റെ പുതിയ അധ്യായങ്ങൾ ഓരോ ദിവസവും സഖാക്കൾ ഇങ്ങനെ എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ആ തിരക്കിലാണവർ. LDFിൽ നിന്നും സഖാക്കൾ കൂട്ടരാജി വെച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചതുമില്ല. ഇത്രയ്ക്കും അതപ്പതിക്കാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയുമോ? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടെന്നുള്ള കാര്യം വരുത്തി തീർക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ ഫ്ലെക്സ് ബോർഡും ചുമന്ന് തെരുവിൽ അലയുന്ന CPM നേതാവിനെ കണ്ടപ്പോൾ ശരിക്കും സഹതാപമാണ് തോന്നിപ്പോയത്. എന്നാലുണ്ട് സഖാക്കളെ, നിങ്ങളുടെ കാര്യമൊന്നും പറയാത്തതാണ് നല്ലത്. എന്നാലുണ്ട് KC, നിങ്ങളോട് ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് ഈ കമ്മികൾക്കിടയിൽ ഇത്രയ്ക്കും ആരാധകരുണ്ടായിരുന്നോ? എന്തായാലും സഖാക്കളെ, നിങ്ങൾക്ക് വല്ലാത്ത സൂക്കേട് തന്നെയാണ്. തമ്മിൽ തല്ലിക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും വല്ലാത്തൊരു ആത്മാർത്ഥത തന്നെ. ഭരണം പോയതിൻ്റെ ആ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പിണറായിയുടെ സൈനികർ കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കേരളം. സ്വന്തം വീട്ടിലെ അടുപ്പിൽ പുകയുന്നില്ല, അപ്പോഴാണ് അയൽപ്പക്കക്കാരൻ്റെ വീട്ടിലെ പുകക്കുഴൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. തൃശൂർ വാടാനപ്പള്ളിയിൽ CCTV ക്യാമറയിൽ കുടുങ്ങിയ ആ മുഖം വെറുമൊരു പ്രാദേശിക നേതാവിൻ്റേതല്ല, മറിച്ച് അഹങ്കാരം തലക്കി പിടിച്ച, ഫ്രസ്ട്രേഷൻ കയറിയ, വിവരവും ബോധമൊന്നും ഇല്ലാത്ത ഒരു ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ മുഖമാണ്. എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഭരണം ഇത്ര വലിയൊരു പരാജയമായി മാറിയത്? എന്തിനാ CPM ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുകുത്തിയത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാടാനപ്പള്ളിയിലെ ആ നാണം കെട്ട രാത്രിയെക്കുറിച്ചും അതിന് പിന്നിലെ വലിയ ഗൂഢാലോചനയെക്കുറിച്ചുമാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം സത്യങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലക്സ് ബോർഡിന് പിന്നിൽ വീണ്ടും ചില കഥകൾ കൂടിയുണ്ട്. നമുക്ക് നേരെ സംഭവത്തിലേക്ക് വരാം. സ്ഥലം തൃശ്ശൂർ വാടാനപ്പള്ളി. ശനിയാഴ്ച രാത്രി 11 മണി. ലോകം മുഴുവൻ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ ഒരാൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു. കയ്യിൽ ഒരു ഫ്ലെക്സ് ബോർഡുണ്ട്. വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ് KC വേണുഗോപാൽ രാജാവാണെന്നൊക്കെ. അപ്പോൾ ഈ ബോർഡ് അവിടെ സ്ഥാപിച്ചത് കോൺഗ്രസ്സുകാരല്ല, മറിച്ച് CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ്. എന്തായിരുന്നു ഇയാളുടെ പ്ലാൻ, ലക്ഷ്യം? രാവിലെ നാടുണരുമ്പോൾ നോക്കൂ, കോൺഗ്രസിൽ അടി തുടങ്ങി, സതീശൻ വേണ്ട, വേണുഗോപാൽ മതി എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് എത്തി എന്നത് വരുത്തി തീർക്കുക. അതായത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിൽ പെട്രോൾ ഒഴിച്ച് തീ ആളിക്കത്തുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. എന്തായാലും അദ്ദേഹം രാവിലെ അവിടെ എത്തി, എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. സഖാവ് മുഹമ്മദ് വിചാരിച്ചത് ആരും അദ്ദേഹമാണ് കൊണ്ടുവച്ചത് എന്ന് കാണില്ല എന്നാണ്. രാവിലെ ഇയാൾ തന്നെ ഈ ബോർഡിൻ്റെ ഫോട്ടോ എടുത്ത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി എന്നൊക്കെ അടിക്കുറിപ്പോടെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടു. പക്ഷേ CCTV ക്യാമറകൾ CPM ഓഫീസിലെ പോലെ ഓഫായിരുന്നില്ല എന്ന് പാവം ആ സഖാവ് ഓർത്തിരുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് മുണ്ടും മടക്കി കുത്തി ഫ്ലക്സ് തൂക്കുന്ന CPM നേതാവിനെയാണ്. ഇപ്പോൾ മുഹമ്മദ് അകത്തായി, പക്ഷേ മുഹമ്മദ് വെറുമൊരു ഉപകരണം മാത്രമാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രങ്ങൾ എവിടെയാണ്? എന്തിനാണ് CPM ഇത്തരത്തിൽ തരം താഴുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. പിണറായി വിജയൻ എന്ന നായകൻ ഇപ്പോൾ വെറും ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആ PR പ്രഭാവം ഇന്നില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആ സമയത്തുള്ള ആ ഒരു കുത്തിത്തിരിപ്പും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളും മാത്രമാണ് ബാക്കി. ഇന്ന് കേരളം കാണുന്നത് നികുതി കൊള്ളയും അഴിമതിയും കടക്കണിയും മാത്രമാണ്. ജനങ്ങളുടെ പ്രതിഷേധം തെരുവിൽ അലയടിക്കുമ്പോൾ സഖാക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ മുൻ മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വരുത്തി തീർത്ത് അവരുടെ ഇടയിലെ അവർക്ക് ഭരണം പിടിച്ചു, അതിൻ്റെ എല്ലാം ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോരോ കുറുക്കു വഴികൾ കണ്ടെത്തുന്നു, അത്ര തന്നെ. എന്തായാലും ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ കേരളത്തെ കടക്കണിയിലാക്കിയ പിണറായി സർക്കാരിന് ജനങ്ങളിപ്പോൾ അഭിമുഖീകരിക്കാൻ പേടിയാണ്. 8 നിലയിലാണല്ലോ LDF എന്ന ആ ഒരു പ്രസ്ഥാനം തന്നെ തകർന്നടിഞ്ഞത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കുബുദ്ധികളൊക്കെ പുറത്തെടുക്കുന്നത്. കേരളയിൽ മുതൽ പിൻവാതിൽ നിയമനം വരെ എല്ലാത്തിലും നാണം കെട്ട് നിൽക്കുന്ന ഒരു സർക്കാർ, ക്ഷമിക്കണം, മുൻ സർക്കാർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെയാണോ നിങ്ങൾ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കുന്നത്? സ്വന്തം പാർട്ടിക്കാരെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു മാർഗം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടൊരു നേതാവിന് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ സാധിക്കും? വാടാനപ്പള്ളിയിലേത് ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിൻ്റെ സൈബർ ഇടങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്, അതായത് ഭരണം കയ്യിൽ നിന്ന് പോയ സമയം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് അണികളെന്ന വ്യാജേന വരുന്ന ആയിരക്കണക്കിന് പ്രൊഫൈലുകൾ. ഒരു വശത്ത് സതീശൻ പക്ഷം ചെന്നിത്തലയെ ചീത്ത വിളിക്കുന്നു, മറുവശത്ത് വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നു. ഇതെല്ലാം ഈ തോറ്റ പാർട്ടിയുടെ ഫ്രസ്ട്രേഷനാണ്, അല്ലാതെ അവർക്ക് ഇതിനെന്ത് നേരം? അവരിപ്പോൾ 102 സീറ്റുമായി ഭരണം പിടിച്ചു കഴിഞ്ഞു, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്തായാലും ഇതിന് പിന്നിൽ കൃത്യമായൊരു IT സെല്ലിൻ്റെ തന്നെ ബുദ്ധിയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടത്തുമ്പോൾ അവർക്കിടയിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് പാകാനായി
CPM സൈബർ പോരാളികൾ കോൺഗ്രസ് വേഷം കെട്ടുകയാണ്. നേതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ പേരിൽ വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു. ഇത് നേതാക്കൾക്കിടയിൽ പരസ്പര സംശയം ഉണ്ടാക്കും എന്നൊക്കെ ആണ് അവരുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ. നീയാണോ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടത് എന്ന് ഓരോ നേതാവിനെയും കൊണ്ട് ചിന്തിപ്പിക്കണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ തന്ത്രം. ഇതിനു വേണ്ടി KC വേണുഗോപാലിന്റെ പേരിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി അതിന്റെ ഓരോ നാടകങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാർട്ടി എന്തായാലും ഇത്തരത്തിലുള്ള ഓരോരോ കുറുക്കു വഴികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളിലൊന്നും വീഴില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്ന് തന്നെയായാലും ഡൽഹിയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ നടക്കുന്ന ചർച്ചകളെ പോലും ഈ വ്യാജ പ്രചരണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാനായി ഇപ്പോൾ ഇവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. സതീശൻ പക്ഷം തനിക്കെതിരെ നുണപ്രചാരണം നടത്തുന്നുവെന്ന് വേണുഗോപാൽ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കുറിപ്പുകളെല്ലാം നമുക്ക് ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലെല്ലാം കാണാം. അവിടെ തന്നെ ഈ ഇരട്ടച്ചങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള മറ്റ് പോസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ തന്ത്രങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ തന്നെ. എന്തായാലും ഗൂഢാലോചനയുടെ വ്യാപ്തി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകൾക്ക് പിന്നിൽ സമാനമായ ഗൂഢാലോചനയുണ്ടോ എന്ന് ഇപ്പോൾ പാർട്ടി രഹസ്യമായി അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോയ ഒരു കൊട്ടേഷൻ ടീമാണോ ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒന്നടങ്കം ചിന്തിക്കുന്നത്. അധികാരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരം കയ്യിൽ നിന്ന് പോയതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അതാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ മൂല കാരണം. എന്തായാലും വാടാനപ്പള്ളിയിലെ അറസ്റ്റോടെ CPM ഇപ്പോൾ പ്രതിരോധത്തിലായിട്ടുമുണ്ട്. അവരുടെ വായ അടഞ്ഞു പോയിട്ടുണ്ട്, നാവിറങ്ങിപ്പോയിട്ടുമുണ്ട്. രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ച് എതിർ പാർട്ടിക്കുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്ന് UDF നേതൃത്വം പറയുന്നു. 100% ശരിയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, എന്തിനാണ് CPM ഇത്ര ആത്മാർത്ഥതയോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ആഘോഷിക്കുന്നത്? ഇപ്പൊ പാലക്കാട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് സഖാക്കൾ കൂട്ടത്തോടെ രാജിവെച്ച് പോകുന്ന വാർത്തകളൊക്കെ. അപ്പോൾ ദിവസവും നമ്മൾ ഇതൊക്കെ കേൾക്കുന്നു. പാർട്ടിക്കുള്ളിൽ വിള്ളലുകൾ വീഴുന്നു, പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വിള്ളലുകൾ വീഴുന്നു. പിണറായിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷം പുകയുന്നു. അപ്പോൾ ഈ ഒരു ശ്രദ്ധയും കാര്യങ്ങളും തിരിച്ചുവിടാൻ, പിന്നെ കോൺഗ്രസ് ഭരണം പിടിച്ചതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം കൂടി സഖാക്കൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അവരുടെ കമ്മി ബുദ്ധി കൊണ്ട്, അതായത് കമ്മികളുടെ സ്വാഭാവിക ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് ക്യാപ്സ്യൂളുകളും വിഴുങ്ങിക്കൊണ്ട് അവർ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും അവർ ഇറങ്ങട്ടെ, അവർ പരമാവധി അവർ ശ്രമിക്കട്ടെ. അങ്ങനെയെങ്കിലും അവർക്ക് ഒരു സമാധാനവും സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അത്രയല്ലേ നമുക്ക് വിചാരിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പിന്നെ ഇത്തരത്തിലുള്ള കമ്മികളുടെ ബുദ്ധിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവർക്ക് എന്തെങ്കിലും ഒരു വഴികളോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ബുദ്ധി ഉപദേശിക്കാനുണ്ടെങ്കിൽ അതും തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.